ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ടെസ്ല കൊടന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്തവണ ചെയ്തിരിക്കുന്നത് ബ്ലിങ്കിങ് സ്റ്റാർസ് ആണ്. 17 പാറ്റേണിൽ ബ്ലിങ്ക് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അത് ആർഡിനോയും റിലേയും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമും കോഡും അതേപോലെ തന്നെ അതെങ്ങനെ ചെയ്തു എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ബൾബ് ഓർഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4 സ്റ്റാർസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 ബൾബ് ഓർഡർ വേണം. നമ്മൾ ഓരോ ബൾബ് ഓർഡറും സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വയർ എടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ലെങ്ത്തിലാണ്. കാരണം നമുക്ക് ഡിഫറെൻറ്റ് ലെങ്ത്തിൽ ആണ് ഓരോ സ്റ്റാറും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബൾബ് ഓർഡർ സെറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ സ്റ്റാർ സെറ്റ് ആക്കണം. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. 10 സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ പാറ്റേൺ ചേഞ്ച് ആവുക. അങ്ങനെ 17 തവണ ഈ പാറ്റേൺ ചേഞ്ച് ആവും. അതിനുശേഷം പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യുന്നത് സ്റ്റാർ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്തത് ഒരു മീഡിയം സൈസിലുള്ള സ്റ്റാർ ആണ്. അപ്പോൾ സ്റ്റാറിൻ്റെ ഉള്ളിൽ നമ്മൾ ബൾബെല്ലാം വെച്ച് അത് കൃത്യമായി തന്നെ കെട്ടിവെക്കുന്നുണ്ട്. അതൊരിക്കലും താന്നു പോകരുത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി പോകാനും പാടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് കെട്ടിവെക്കണം. അതിനുശേഷം നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ഒരു വട്ടം ടെസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എല്ലാ സർക്യൂട്ടിലേക്കും നമ്മൾ ഈ സ്റ്റാറിനെ കണക്ട് ചെയ്യാം. സ്റ്റാർ നമ്മൾ ടെസ്റ്റ് ചെയ്തു, അത് വർക്കിംഗ് ആണ്. അടുത്തത് നമ്മൾ ഈ 4 സ്റ്റാറും ഒരു വുഡിൻ്റെ മുകളിൽ ഒരു ഫോർമാറ്റിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അതിന് മുകളിലേക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യുക. അടുത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. നമ്മളിവിടെ 230 വോൾട്ടും അതേപോലെ തന്നെ 5 വോൾട്ടുമാണ്. 2 ഇൻപുട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 230 വോൾട്ട് നമ്മൾ ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് റിലേയുടെ ഒരു സൈഡിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. 5 വോൾട്ട് നമ്മൾ ആർഡിനോ റൺ ചെയ്യാനും അതേപോലെ തന്നെ റിലേയുടെ വർക്കിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും 5 വോൾട്ട് നമ്മൾ ആർഡിനോന്ന് എടുത്ത് കൊടുക്കരുത്. കാരണം ആർഡിനോയുടെ കറണ്ട് ലിമിറ്റ് വളരെ ചെറുതാണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ എപ്പോഴും നമ്മളൊരു 5 വോൾട്ട് ഈ റിലേക്ക് ഇൻപുട്ട് കൊടുക്കണം. എന്നാൽ അത് കൃത്യമായിട്ട് വർക്കാവുള്ളൂ. നിങ്ങൾ കണക്ഷൻ കൊടുക്കുമ്പോഴും അതേപോലെ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഈ സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ കണക്ഷൻ കൊടുക്കുന്നത് കൃത്യമായിട്ട് നോക്കി തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ കാണുന്നത് എൻ്റെ റിലേയുടെ കണക്ഷൻ കൊടുക്കുന്നതാണ്. റിലേയുടെ ഓപ്പൺ സൈഡിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. റിലേക്ക് 2 സൈഡ് ഉണ്ട്, ഒന്ന് ക്ലോസും ഒന്ന് ഓപ്പണും. അപ്പം നിങ്ങൾ ഓപ്പൺ സൈഡിലാണ് ലൈറ്റ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഈ പ്രോഗ്രാം അനുസരിച്ചിട്ട് ഓപ്പൺ സൈഡിൽ കൊടുത്താലാണ് കൃത്യമായിട്ടത് വർക്കാവുക. എപ്പോഴും ഹൈ കറണ്ടിൽ വർക്ക് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് വയർ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ റിലേയുടെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം റിലേ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആർഡിനോയിൽ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ചിട്ട് ആ പാറ്റേൺ നമ്മുടെ റിലേയിൽ തെളിഞ്ഞു കാണും. സോ റിലേ വർക്ക് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലൈറ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു, എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഉയരത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം. ആ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളത് കുറച്ച് ഉയരത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് കണ്ടു കളയാം.
എല്ലാവർക്കും ഈ ക്രിസ്മസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.